ഭാരത് റൈസിനെ വെട്ടാൻ സംസ്ഥാന സർക്കാർ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച കെ റൈസ് സപ്ലൈകോ സ്റ്റോറുകളിൽ ഇതുവരെ എത്തിയില്ല. ഡിപ്പോകളിൽ അരി എത്തിയിട്ടുണ്ടെന്നും വൈകാതെ സ്റ്റോറുകളിൽ എത്തിക്കുമെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് മുഖ്യമന്ത്രി കെ റൈസ് വിതരണോദ്ഘാടനം നടത്തുന്നത്. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതില് സപ്ലൈകോയിൽ ഏതായാലും മറ്റ് വസ്തുക്കളൊന്നും ഇല്ല, മറ്റ് സാധനങ്ങളൊന്നും കിട്ടാനില്ല. ഇപ്പോൾ കെ റൈസിന്റെ സ്ഥിതി എന്താണ്? കെ റൈസ് ഉദ്ഘാടനത്തിന് ശേഷം എത്തിക്കാമെന്നാണോ? ഉദ്ഘാടന ശേഷം ഡിപ്പോകളിലുള്ള അരി സപ്ലൈകോ സ്റ്റോറുകളിൽ എത്തിക്കുമെന്നാണ് സപ്ലൈകോ തന്നെ നൽകുന്ന വിശദീകരണം. ഇതിൽ പ്രധാനം എത്രത്തോളം ഇത് വിതരണം ചെയ്യാനാകുമെന്നതാണ്. 4 ലക്ഷം കെ റൈസിൻ്റെ കിറ്റുകളാണ് തയ്യാറാക്കുന്നതെന്നറിയുന്നു. പക്ഷേ ഇത് 2-3 ദിവസം കൊണ്ട് തന്നെ സ്റ്റോക്ക് തീരും. അതിനുശേഷം എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഏതായാലും ഭാരത് റൈസ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംവിധാനത്തെ വെട്ടാൻ കെ റൈസ് എന്നൊരു അരി വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. അതിൻ്റെ വിതരണോദ്ഘാടന വേദിയാണ് നമ്മൾ ഈ പിന്നിൽ കാണുന്നത്. മുഖ്യമന്ത്രി ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ അയ്യങ്കാളി ഹാളിൽ, ഞാൻ നിൽക്കുന്നത് അയ്യങ്കാളി ഹാളിലാണ്, ഈ ഹാളിൽ മുഖ്യമന്ത്രി വിതരണോദ്ഘാടനം നിർവഹിക്കും. വൈകുന്നേരത്തോടുകൂടി സ്റ്റോറുകളിൽ എത്തുമെന്നാണ് അറിയുന്നത്. ഇതിനൊപ്പം നമുക്ക് കാണിക്കാൻ കഴിയുന്നത് ഇതാണ് കെ റൈസിൻ്റെ ഒരു കിറ്റ്. വിനീത, നമ്മുടെ വിഷ്വൽ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവരാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് കെ റൈസ് കിറ്റ്. കിറ്റിനകത്ത് പലതരം അരികൾ, 3 തരം അരികളാണ് ഉണ്ടാവുക. നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ജയ അരിയാകും, അല്ലെങ്കിൽ കുറുവ, അല്ലെങ്കിൽ മട്ട. ഇങ്ങനെ 5 കിലോയുടെ ഒരു പാക്കറ്റ്, ഒരു കിറ്റാണ് സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും ആളുകൾക്ക് ഇനി മുതൽ ലഭിക്കുക. ഇത് സാമ്പിൾ വിൽപ്പനയ്ക്കായി ഇവിടെ വിതരണോദ്ഘാടനത്തിൻ്റെ വേദിയിൽ എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം ഇതിൻ്റെ ഈ കിറ്റിൻ്റെ മുകളിൽ സപ്ലൈകോ ശബരി കെ റൈസ് എന്ന ഒരു ബ്രാൻഡിങ് നെയിം, അതിൻ്റെ സ്റ്റിക്കർ ഒരു പതിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള സഞ്ചികൾ വലിയ തോതിൽ 8 കോടി രൂപ മുടക്കിയാണ് സഞ്ചി ഇത്തരത്തിൽ ഇറക്കിയത്. അതിനെതിരെ തന്നെ വലിയ തോതിൽ വിമർശനമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ വിതരണത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇത് പക്ഷേ എത്രത്തോളം വിതരണം ചെയ്യാനാകുമെന്ന കാര്യത്തിൽ ഭാരത് റൈസ് കെ റൈസ് എന്ന രീതിയിൽ 2 ചേരിയായി തിരിഞ്ഞ് വലിയ തർക്കമൊക്കെ നടക്കുന്നതിനാണ് കെ റൈസ് എത്തുന്നത്. അതിപ്പോൾ ആളുകളിലേക്ക് എത്തിയില്ലെങ്കിൽ അത് വലിയ നാണക്കേട് ആകുമല്ലേ? ഉറപ്പാണ്. അത് എത്രത്തോളം കൊടുക്കാനാകുമെന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം ഭാരത് റൈസ് ഇത്തരത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കൊടുക്കുമെന്ന പ്രഖ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ടെമ്പോകളിൽ ഓരോ ജംഗ്ഷനുകളിൽ കൊണ്ടിടുന്നു, അവിടെ നിന്ന് ആളുകൾ വന്ന് വാങ്ങിപ്പോകുന്നു എന്നൊരു കൃത്യമായൊരു സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കെ റൈസ് പ്രഖ്യാപിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സ്റ്റോറുകൾ വഴി ഓരോ മാസവും 5 കിലോ അരി വീതം, അതിൽ കുറുവ, മട്ട, ജയ അരിയിനങ്ങൾ ഉണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. ജയ അരിക്ക് 29ഉം കുറുവ മട്ട അരിയിനങ്ങൾക്ക് 30 രൂപയുമാണ് നൽകേണ്ടി വരിക ഓരോ കിലോയ്ക്കും. അങ്ങനെ ഓരോ കിറ്റ്, ഈ കിറ്റുകൾ ഒന്നുകൂടി കാണിക്കാം, പ്രേക്ഷകർ ഒരു കൗതുകമായിരിക്കും. ഈ കിറ്റ് നമുക്കൊന്നുകൂടി എടുത്ത് കാണിക്കാം. ഇങ്ങനെ ഒരു കിറ്റാണ്. പിന്നിൽ സപ്ലൈകോയുടെ എംബ്ലമുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കെ റൈസിൻ്റെ ചിഹ്നവുമുണ്ട്. ഇത്തരത്തിലുള്ള കിറ്റിലാണ് അരി നൽകുക. ഏതായാലും അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ മുഖ്യമന്ത്രി വിതരണോദ്ഘാടനം നിർവഹിക്കും. വിതരണോദ്ഘാടനത്തിൻ്റെ സമയമെത്തുമ്പോഴും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല, അരി എത്തിയിട്ടില്ല എന്ന വിമർശനമുണ്ട്. പക്ഷേ അത് കാര്യമില്ല, ഡിപ്പോകളിൽ എത്തിയിട്ടുണ്ട് അരി. ആ അരി വൈകാതെ തന്നെ സ്റ്റോറുകളിലേക്ക് എത്തിക്കുമെന്നാണ് സപ്ലൈകോ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ശരി, അതിൽ ഉദ്ഘാടനം തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചെത്താം. ഏതായാലും ഡിപ്പോകളിൽ എത്തിയ കെ റൈസ് ജനങ്ങളിലേക്ക് കൂടി എത്തട്ടെ, സപ്ലൈകോ സ്റ്റോറുകളിലേക്ക് കൂടി എത്തട്ടെ. ഏതായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ, ഭാരത് റൈസ് ആയാലും കെ റൈസ് ആയാലും എന്ന് തന്നെയാണ് പറയാനുള്ളത്. മന്ത്രി GR അനിൽ പറഞ്ഞതുപോലെ ഭാരത് റൈസിനേക്കാൾ മികച്ചതാകും കെ റൈസ് എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതെങ്ങനെയാകും എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടതുണ്ട്.